കൈലാസഗോപുരം. രചന മിത്രാബിന്ദ. അവതരണം സാലിം കരുളായി. പാറു വിരൽ ചൂണ്ടിയ വാതിലിന്റെ വശത്തേക്ക് നോക്കിയ കല്ലുവിനെ നെഞ്ചിടിപ്പ് പോലും നിന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അല്പം ചെരിഞ്ഞ് മുഖത്തിന്റെ ഒരു വശം ചുവരിൽ ചേർത്തുകൊണ്ട് നിൽക്കുകയാണ് അർജുൻ ഒരു മന്ദസ്മിതത്തോടെ. കാറ്റ് പോലെ പാഞ്ഞു ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചേക്കേറിയപ്പോൾ അർജുനെ നോക്കിക്കൊണ്ട് പാറു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. തൻ്റെ ഇരു കൈകൾ കൊണ്ടും അവൾ വാരിപ്പുണർന്ന ശേഷം ആ നെറുകയിൽ അവൻ്റെ അതിനം പതിഞ്ഞപ്പോൾ ആ മിഴികളും നിറഞ്ഞു തൂവിയിരുന്നു. കല്ലു. കാതിൽ അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവൾ പിടുത്തം അല്പം കൂടി മുറുക്കി. കരയാതറ പ്ലീസ്. അവനവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കല്ലുവിൻ്റെ കണ്ണുനീർ തോർന്നില്ല. അങ്ങനെയൊന്നും നമ്മളെ പിരിക്കാനാവില്ല കൊച്ചേ. ഇനി നീ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ബാക്കിയുള്ളവനെ കൂടി കരയിപ്പിക്കല്ലേ. അത് പറയുകയും അവൻ്റെ ശബ്ദം പതറി. അത് മനസ്സിലാക്കിയ കല്ലു ആ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. സാർ, ഞാൻ ഇത്രയും ദിവസം അനുഭവിച്ച വേദന അത് പറഞ്ഞാൽ മറ്റാർക്കും മനസ്സിലാവില്ല. എല്ലാം കൈവിട്ട് പോയെന്നാ ഞാൻ കരുതിയെ. അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു. അർജുൻ അവളുടെ മെഴുതിയിൽ തുടച്ച് മാറ്റുന്നതിനൊപ്പം തന്നെ അത് വീണ്ടും നിറഞ്ഞ് കവിഞ്ഞു തുടങ്ങി. കരയാതെ കല്ലു പ്ലീസ്. ഞാൻ കരുതി സാറിനെ മറന്നു കാണുമെന്ന്. ഈ അർജുൻ്റെ ചങ്കിടിപ്പാണ് നീ. ആ നിന്നെ മറന്നു കളഞ്ഞുകൊണ്ടൊരു ജീവിതം എനിക്കില്ലെന്നേ. ജീവിച്ചാലും ശരി മരിച്ചാലും ശരി നമ്മൾ ഒരുമിച്ചാണ്. പറയുന്നതിനൊപ്പം അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല ഊരി മാറ്റുവാനും അവൻ മറന്നില്ല. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ നിന്റെ അമ്മയും അമ്മാവൻ ഒരു തരത്തിലും അടുക്കുന്നില്ല. അവസാനം വേറെ നിർവാഹം ഞങ്ങളുടെ മുന്നിൽ കണ്ടില്ല പെണ്ണെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രാമ കളിക്കാൻ തയ്യാറായത്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുൻ മുറി വിട്ടിറങ്ങി. പാറുവും ജാനകി ചേച്ചിയും അടുക്കളയിലായിരുന്നു. ആ സമയത്താണ് കാശിയും എത്തിച്ചേർന്നത്. ആരിത്? കല്ലുവോ? എപ്പോൾ എത്തിക്കൊച്ചെ നീ? ഒരു അഞ്ചെത്തി കുട്ടിയെ പോലെ വാത്സല്യത്തോടെ അവൻ വന്ന് കല്ലുവിൻ്റെ കവളിൽ തട്ടി. കുറച്ച് സമയമായി ഏട്ടാ. ശിവൻ എവിടെ? കൺമണിയെ. അവൻ നീട്ടി വിളിച്ചെങ്കിലും ആരും വിളി കേട്ടില്ല. കൺമണി അവളുടെ അച്ഛൻ്റെ പൊക്കെ അനങ്ങാൻ പോയേക്കോ കാശേട്ടാ. ചിരിയോടെ പാറു പറഞ്ഞപ്പോൾ കാശി ഫോൺ എടുത്ത് ശിവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. എടാ കൺമണിയുടെ കയ്യിൽ കൊടുത്തേ. കൺമണി ചെറിയ ചോക്ലേറ്റ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ പാറുമ്പോൾ കാഴ്ച തീർത്തിട്ടോ. ഇനി ഒരെണ്ണം പോലും ഇല്ല കേട്ടോ. പെട്ടെന്ന് അപ്പുറത്തുനിന്ന് ഒരു ചിരി കേട്ടു. ചെറിയച്ഛനെല്ലാം ഒളിപ്പിച്ച് വെക്കുമെന്ന് എനിക്കറിയാലോ. എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടോ. കുഞ്ഞു പറയുന്നത് ശരിക്കും മനസ്സിലാവില്ലെന്നാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കാശിക്ക് പിടികിട്ടി. വൈകാതെ വരണമെന്നും എല്ലാവർക്കും കൂടി ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോകണമെന്നും ശിവനോട് പറഞ്ഞ ശേഷം കാശി ഫോൺ കട്ട് ചെയ്തു. കല്ലു വാ ഇരിക്ക് പെണ്ണെ നീയെ. പാറുവാണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും അർജുൻ പെട്ടെന്ന് തടഞ്ഞു. എൻ്റെ കൊച്ചിനോട് ഞാൻ അക്ഷരം പോലും ഇതുവരെയായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. പറയുന്നതിനൊപ്പം അവളെയും കൊണ്ട് അർജുൻ താൻ വരുമ്പോൾ താമസക്കാരുടെ മുറിയിലേക്ക് കയറി പോവുകയും ചെയ്തു. അതാണ് നല്ലത്. അവർ രണ്ടാളും തുറന്ന് പറയട്ടെ നടന്ന കാര്യങ്ങൾ മുഴുവനും. അതിൻ്റെ ഒരു ഇത് അല്ലേ പാറുവേ? കറക്റ്റാണ് ഏട്ടാ. കാശി പറഞ്ഞതിനോട് പാറുവും യോജിച്ചു. ജാനകി ചേച്ചി. കാശി വിളിച്ചതും അവർ ഉറക്കെ വിളി കേട്ടു. ചേച്ചി കല്ല് വന്ന സ്ഥിതിക്ക് എന്നാ പിന്നെ ചേച്ചി പോയിക്കോളൂ. എന്നിട്ട് അവളുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് എന്നോടൊന്ന് വിളിച്ചറിയിക്കട്ടോ. ശരി കുഞ്ഞേ. കൂടുതലൊന്നും പറയാതെ അവർ റെഡിയാവാനായി പോയി. കാശി റൂമിലേക്ക് ചെന്നപ്പോൾ പാറു ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീനക്ക് മോഡൽ ഇറക്കം കുറഞ്ഞ ഇളം റോസ് നിറമുള്ളൊരു ബനിയനും ഓഫ് വൈറ്റ് നിറമുള്ളൊരു പാലാസ പാൻറ്റുമാണ് അവളുടെ വേഷം. ജനാലയുടെ കമ്പിയിൽ വലം കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കി നിന്നാണ് അവളുടെ സംസാരം. കാച്ചിക്കുറുക്കിയ പാലിൻ്റെ നിറമുള്ള അവളുടെ അണിവയറും നാഭിച്ചുഴിയും കൈ ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് വ്യക്തമായി അവന് കാണാം. കുറച്ച് ദിവസമായി ഒന്ന് കൂടിയിട്ട് രണ്ടാളും ബിസിയായിരുന്നു. ഒപ്പം കല്ലുവിനെ കുറിച്ചുള്ള ടെൻഷൻ വേറെ. ഓർത്തുകൊണ്ട് പതിയെ വേഷം മാറിയ ശേഷം കാശി ശബ്ദമുണ്ടാക്കാതെ അവളുടെ പിന്നിലൂടെ ചെന്നു. യോ കാശേട്ടാ. അവന്റെ മോതിരവിരൽ അവളുടെ നാഭിച്ചുയെ ഒന്ന് വട്ടം ചുറ്റിച്ചതും ഓർക്കാപ്പുറത്ത് പെണ്ണെന്ന് അടിമുടി പൂത്തുലഞ്ഞു. വാട്സാപ്പൻ. സോറി അരവിന്ദ്, ഐ വിൽ കോൾ യു ബാക്ക്. പെട്ടെന്ന് അവൾ ഫോണ് കട്ട് ചെയ്തു. പിന്തിരിയാൻ ഭാവിച്ചതും അവന്റെ കൈവിരലുകൾ താഴേക്ക് അരിച്ചിറങ്ങിയിരുന്നു. കാശേട്ടാ ഇതെന്താ ഇത്? അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ കയ്യിൽ പെണ്ണെന്ന് ബലമായി പിടിച്ചുവെങ്കിലും അവന് കൃത്യമായി അറിയാമായിരുന്നു തൻ്റെ സഞ്ചാരപാത എവിടേക്കാണെന്നുള്ളത്. എത്തേണ്ട അടുത്ത് അവൻ എത്താൻ തുടങ്ങിയതും അവളാകെ പുളകിതമായി. രാത്രി ആവട്ടെ കാശേട്ടാ പ്ലീസ്. കുറുകിക്കൊണ്ട് അവൾ പറയുന്നതെങ്കിലും അവനത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. കാശിമോനെ. വെളിയിൽ നിന്നും ജാനകി ചേച്ചിയുടെ വിളി വെച്ച. നാശിപ്പിച്ചു. കൈയെടുത്ത് കുടഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പോകുന്നവനെ നോക്കി പാറു പൊട്ടിച്ചിരിച്ചു. ചിരിച്ചോ നീ? ഇതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് രാത്രി ഞാൻ തരുന്നുണ്ട് കരുതിയിരുന്നു. കലിപുരണ്ട് പോകുന്നതിനിടയിൽ ഒന്നും പറയാനും മടിച്ചില്ലവൻ. ജാനകി ചേച്ചിക്ക് പോകാനുള്ള അനുവാദം കൊടുത്ത ശേഷം കാശി വീണ്ടും റൂമിലേക്ക് ചെന്നപ്പോൾ പാറ ലാപ്പ് തുറന്നു വെച്ച് എന്തോ കാര്യമായ പണിയിലായിരുന്നു. കാശി അവളെ ശല്യം ചെയ്യാനൊട്ടും പോയതുമില്ല.
കല്ലുവിൻ്റെ മുഖത്തേക്ക് പാറി വീണ് കിടക്കുന്ന മുടിയിടകളെ മെല്ലെ മാടിയൊതുക്കി വെക്കുകയാണ് അർജുൻ. അവനോട് ചേർന്നിരുന്നു കൊണ്ടാണ് തോളിൽ തലചായ്ച്ച് വെച്ചപ്പോൾ അവൻ്റെ ഒരു നോട്ടം, ഒരു തലോടലെല്ലാം അവൾക്ക് വല്ലാത്തൊരു സാന്ത്വനം പോലെയായി. നീ ഈ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് ക്ഷീണിച്ചു പെണ്ണേ. ശിവന്റെ അമ്മ നിന്നെ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? ഏയ് ഇല്ല സാറേ. പിന്നെ അവരിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നി. ശിവൻ പാവം, പക്ഷെ അമ്മയാണ് അവിടുത്തെ പ്രശ്നം. അവർ പറയുന്നതിനപ്പുറം അവൻ്റെ അച്ഛനോട് ഇല്ലതാനും. ശിവൻ എന്നോട് മോശമായൊന്നും പെരുമാറിയില്ല. രാത്രി എപ്പോഴെങ്കിലും വന്ന് കിടക്കും. നേരെ വെളുക്കുമ്പോഴായിരുന്നു ഞാൻ അറിയുന്നത് പോലും ആള് വന്നെന്നുള്ളത്. അവനിവിടെ കൺമണിക്കൊപ്പമാണെന്നേ. പാതിരാത്രിയാകുമ്പോൾ കാശ് വഴക്ക് പറഞ്ഞാണ് അവിടേക്ക് ഓടിക്കുന്നത്. ഭാര്യയും കുഞ്ഞുണ്ടായിട്ട് എന്തിനാ അയാൾ എന്നെ വിവാഹം കഴിച്ചത്? എന്തിനാ എന്നെ സാറേ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്? അതിന് മാത്രം എന്ത് ദ്രോഹ ഞാൻ എല്ലാവരോടും ചെയ്തത്? അത് ചോദിക്കുകയും അവൾ വിഴികൾ വീണ്ടും വീണ്ടും നിറഞ്ഞു തൂക്കി. സഞ്ജന ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയാണ്. അവളും ശിവനും ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അന്ന് മുതൽക്ക് രണ്ടാളും തമ്മിൽ ഇഷ്ടമായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ജോലിയും കിട്ടി. പിന്നീട് ഇവർക്കും കാണാനും മിണ്ടാനും സൗകര്യമായിരുന്നു. ഒടുവിൽ പ്രേമം മസ്തിക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ അവളുടെ വീട്ടുകാരറിഞ്ഞ് ഭയങ്കര ബഹളം. അവൾക്കാണെങ്കിൽ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവന്മാർ ശിവനെ കണ്ടുപിടിച്ച് പൊതിരെ കൊടുത്തു. യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവൻ എങ്ങനെയൊക്കെയോ അവളെയും കൂട്ടി നാട് വിട്ടു. എന്നിട്ട് വേറെ ഏതോ കമ്പനിയിൽ ജോലി കണ്ടുപിടിച്ച് അവിടെ ജീവിച്ചു പോന്നു. ഇവിടെ നാട്ടിൽ ഇവന് കല്യാണം ആലോചിച്ചപ്പോൾ അവൻ ഉടക്കി. ഒരു പെൺകുട്ടി അവന് ഇഷ്ടമാണെന്നും അവളെ മാത്രമേ വിവാഹം കഴിക്കുമെന്നും അവൻ വീട്ടുകാരറിയിച്ചു. പെൺകുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം സരസ്വതി ഭയങ്കര വഴക്കായിരുന്നു. അവൾക്ക് സ്വത്തില്ല, പണമില്ല, സ്റ്റാറ്റസ് പോരെന്നും പറഞ്ഞ് സ്ഥിരം അവർ ശിവനെ വിളിച്ചു ഉടക്കി. അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരമുള്ള പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂന്ന് ശിവനോട് അവർ തീർത്തു പറഞ്ഞു. ശിവനത് സമ്മതിച്ചു കൊടുത്തില്ല. തൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് സഞ്ജന മാത്രമായിരിക്കുമെന്ന് അവന് തീർത്തു പറഞ്ഞു. അങ്ങനെ പിന്നീട് അവനും വീട്ടുകാരും തമ്മിൽ വഴക്കം മൂർച്ഛിച്ചു വന്നു. ഒടുവിൽ ശിവൻ സഞ്ജനയെ രജിസ്റ്റർ ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും സരസ്വതി അമ്മ ചൂലും എടുത്തായിരുന്നു ഉമ്മർത്ത് നിന്നത്. ആകെക്കൂടി ബഹളം. അവസാനം അവൻ തിരിച്ച് അവളെയും കൂട്ടി വന്നതുപോലെ തിരികെ പോവുകയും ചെയ്തു. പിന്നീട് 2 വർഷത്തോളം ശിവൻ നാട്ടിലേക്ക് വന്നില്ല. അങ്ങനെയൊക്കെ ശിവന്റെ അച്ഛൻ എന്തൊക്കെയോ അസുഖങ്ങൾ വന്നു. 1-2 സർജറിക്ക് വേണ്ടി വന്നു. ആ സമയത്ത് അച്ഛന് മകനെ കാണുവാനൊരാഗ്രഹം. അതയാൾ സരസ്വതിയെ അറിയിച്ചു. അപ്പോൾ അവിടെ കാശിനാഥനും മൂർത്തിയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാശിയാണ് ശരിക്കും ശിവനോട് അച്ഛനെ വന്നൊന്ന് കണ്ടിട്ട് പോകാൻ ആവശ്യപ്പെടുന്നു. ശിവൻ അങ്ങനെ നാട്ടിലെത്തിയതും അവൻ്റെ അച്ഛൻ്റെ അസുഖം കൂടി. പിന്നെയും കുറച്ച് നാൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആ സമയത്ത് അവൻ അവിടുന്ന് തിരികെ മടങ്ങിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഏകദേശം 6 മാസം അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ നേരത്താണ് സരസ്വതിയമ്മ കാശിയുടെ അമ്മയും കൂട്ടി ഒരു ജ്യോതിഷനെ കാണാൻ പോകുന്നത്. അയാളോട് മകൻ്റെ വിവരങ്ങൾ പറഞ്ഞ് പ്രശ്നം വെച്ച് പറഞ്ഞു ശിവന്റെ ജാതകത്തിൽ അവന് 3 വിവാഹയോഗം ഉണ്ടെന്ന്. 3-ാം വിവാഹം മാത്രമേ വാഴുള്ളൂ. അപ്പോൾ സുഗന്ധിയാൻ്റെ കുപിതിയിൽ തെളിഞ്ഞതായിരുന്നു നിന്നെ കൊണ്ട് ശിവന് വിവാഹം 2ാമത് കഴിപ്പിക്കണമെന്ന്. നിന്നെ നേരത്തെ തന്നെ സുഗന്ധി കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നീയുമായിട്ട് വിവാഹം കഴിച്ച ശേഷം 1 വർഷം ഒരുമിച്ച് താമസിച്ചിട്ട് ബന്ധം ഉപേക്ഷിച്ച് ഏതെങ്കിലും അവർക്ക് ചേർന്ന ഒരു കുടുംബത്തിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ശിവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. അത് കേട്ടതും കല്ല് ഞെട്ടിത്തെറിച്ച് അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ, പക്ഷെ കാശിയേട്ടൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അന്ന് അവരുടെ തറവാട്ടിൽ വെച്ച കാശിയേട്ടൻ്റെ അമ്മ എന്നെ അവർക്ക് മുമ്പ് പരിചയമുണ്ടെന്നുള്ളത് വ്യക്തമാക്കിയത്. അതൊക്കെ അവരുടെ നാടകമാണ് കല്ലു. എങ്ങനെയെങ്കിലും 1 വർഷത്തോളം നിന്നെ അവിടെ തളച്ചിടുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ഏതെങ്കിലും കാരണവശാൽ ശിവൻ നിന്നോട് അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച് പറഞ്ഞാൽ നീ അവിടെ വിട്ട് പോകരുതെന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. അതിനുവേണ്ടിയാ നമ്മൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് അപ്പോൾ അവർ സംസാരിച്ചത്. എൻ്റെ ഭഗവാനെ! ശിവന്റെ അമ്മയും അച്ഛനും യാതൊരു കാരണവശാലും സഞ്ജനയും കുട്ടിയെയും സ്വീകരിക്കാൻ ഒരുക്കമല്ലായിരുന്നു. പലതവണ അവൻ അവരെയും കൂട്ടി ആ വീടിൻ്റെ പടികൾ കയറി ഇറങ്ങിയതാണ്. പക്ഷേ ആ സരസ്വതി സമ്മതിക്കുന്നില്ല. കുഞ്ഞിൻ്റെ മുഖം പോലും കാണണമെന്ന് പറഞ്ഞ് അവരവൻ ആട്ടിപ്പായിച്ചു. അത്രയ്ക്ക് നട്ടലില്ലാത്തതിന് എന്തിനാ പിന്നെ പ്രണയിക്കാൻ ഇറങ്ങി തിരിച്ചത്? ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകാൻ മേലായിരുന്നു. അവൾക്കാണെങ്കിൽ ദേഷ്യം വന്നു. ഈ വിവാഹം പോലും നടത്താൻ ശിവനൊരുക്കമല്ലായിരുന്നു. കാരണം അവന് സഞ്ജനയും കുഞ്ഞിനെയും കൂട്ടി എവിടെയെങ്കിലും പോകത്തേ ഉള്ളൂ എന്ന് കാശിയോട് അറിയിച്ചു. അതിനേക്കാളൊക്കെ ഉപരി നിന്റെ അമ്മയോടും അമ്മാവനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചതാണ് ഞാനും കാശിയും പാറുമൊക്കെ. പക്ഷേ അവർക്കതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. കെട്ടുകയാണെങ്കിൽ അത് ശേഖരൻ മുതലയുടെ മകനെ കൊണ്ട് മാത്രമാണെന്ന് നിന്റെ അമ്മ അടിവരായിട്ട് പറഞ്ഞു. പിന്നൊടുവിൽ കാശിയും ഞാനും കൂടിയാ ശിവനോട് നിന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അല്ലാതെ വേറെ മാർഗം ഞങ്ങളുടെ മുന്നിലില്ലായിരുന്നു. ഇങ്ങനൊരു വേഷം കെട്ടലില്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും അതിൻ്റെ പാതി ആവില്ല പെണ്ണേ. ശിവനില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നിന്റെ അമ്മ നിന്നെ പിടിച്ചു കൊടുത്തെങ്കിൽ ഒരു പക്ഷേ നിന്നെനിക്ക് നഷ്ടമായനെ. പക്ഷെ സാറേ, ശിവൻ വേറെ ഏതൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്നും അവളുടെ ആഴ്ച നിന്നിട്ട് ശിവനിട്ടിട്ട് പോയെന്നൊക്കെ അവിടെ ജോലിക്കൊന്നും ചേച്ചി എന്നോട് പറഞ്ഞു. അത് സഞ്ജനയെക്കുറിച്ച് എന്തൊക്കെയോ ചെറിയ അറിവുകൾ അവൾക്ക് കിട്ടിക്കാണും. അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ലാതെ ശിവൻ ആരെയും വിവാഹം കഴിച്ചില്ല. എന്നാലും എൻ്റെ അമ്മ അങ്ങനെയൊക്കെ
2 ഏക്കർ തെങ്ങിൻ പുരടവും നിലവും ഒപ്പം 2 നില വീടും. അനുജത്തിമാരുടെ പഠിപ്പും വിവാഹം നിലവിലുള്ള കടബാധ്യതകളൊക്കെ തീർത്തു കൊടുക്കും. അങ്ങനെ ആനുകൂല്യങ്ങൾ ഏറെ സരസ്വതിയമ്മ മുന്നോട്ട് വെച്ചതും നിന്റെ അമ്മാതിരി മൂക്കുമുത്തി വീണുപോയി. അതിന് ഞാനെന്ത് പറയാനാ കല്ലു? എന്നാലും ഒരെന്നാലുമില്ല. എൻ്റെ ശ്വാസം നിലക്കും വരെ നിന്റെ ഒപ്പം ഈ അർജുൻ ഉണ്ടാകും. അതുപോലെ അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അർജുൻ പറഞ്ഞു നിർത്തി. കാശേട്ടാ, ആ ജാനകിയാൻ്റെ കല്ലിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർ ചെന്ന് എന്തോ ചെയ്യാനാണ്? ലാഭം മടക്കി വെച്ച ശേഷം പാറു അടുത്തിരുന്ന കാശിയുടെ മുഖത്തേക്ക് നോക്കി. അതൊക്കെ ഉണ്ട് മോളെ, കണ്ടോ നീ? പാറ കാശേട്ടാ, എന്തേ മനസ്സിലുള്ളത് ഞാനും കൂടി അറിയട്ടെ. അവളെ എഴുന്നേറ്റ് വന്നതിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ആ നെഞ്ചിലൊന്ന് കുത്തി. ആ പാവം കൊച്ചിനെ വിഷമിച്ച് അവളുടെ തള്ളയില്ലേ, അവർക്കിട്ടൊരു പണി കൊടുക്കണം, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ പാറുവിനെ വലിച്ചെടുത്ത് തൻ്റെ മടിയിലേക്ക് ഇട്ടു.